നമ്മുടെ പരമോന്നത കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെതിരെ രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് പ്രതിഷേധിക്കാൻ അവകാശമില്ലേ? ഹൈദരാബാദിലെ നാഷണൽ അക്കാദമി ഓഫ് ലീഗൽ സ്റ്റഡീസ് ആൻഡ് റിസർച്ചിലെ 2026 വർഷത്തെ ബിരുദധാരികളെ അഭിഭാഷകരായി എൻറോൾമെന്റ് ചെയ്യാൻ അനുവദിക്കില്ലെന്ന ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ തീരുമാനമുയർത്തിയ ചോദ്യം ഇതായിരുന്നു. ഇന്ന് ചീഫ് ജസ്റ്റിസ് തന്നെ ആ ചോദ്യത്തിനുള്ള ഉത്തരം നൽകിയിരിക്കുകയാണ്. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ തീരുമാനത്തെ രൂക്ഷമായി വിമർശിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഞാനും വിദ്യാർത്ഥികളും തമ്മിലുള്ള വിഷയത്തിൽ ഇടപെടാൻ അവർക്ക് എന്ത് അവകാശമെന്ന് ചോദിച്ചു. ലോ യൂണിവേഴ്സിറ്റി ബിരുദദാന ചടങ്ങിലേക്ക് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിനെ ക്ഷണിച്ചതിനെതിരെ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചതാണ് എൻറോൾമെന്റ് തടയുന്നതിലേക്ക് ബാർ കൗൺസിലിനെ നയിച്ചത്. എന്തായാലും വിഷയത്തിൽ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കാൻ ശ്രമിച്ച ബാർ കൗൺസിലിന് വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ് ഈ സംഭവം. ചീഫ് ജസ്റ്റിസിന്റെ ഇടപെടലിനെ തുടർന്ന് സർക്കുലർ റദ്ദാക്കി രക്ഷപ്പെടാൻ നോക്കുകയാണ് ബാർ കൗൺസിൽ ഇപ്പോൾ. ഇന്ന് എന്താണ് ജനാധിപത്യത്തിലെ വിയോജിക്കാനുള്ള അവകാശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ കോടതി പറഞ്ഞത് എന്നതാണ് നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത്. ഹൈദരാബാദിലെ നാഷണൽ അക്കാദമി ഓഫ് ലീഗൽ സ്റ്റഡീസ് ആൻഡ് റിസർച്ചിലെ 2026 വർഷത്തെ ബിരുദധാരികളെ അഭിഭാഷകരായി എൻറോൾമെന്റ് ചെയ്യിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ തീരുമാനമാണ് രൂക്ഷ വിമർശനത്തോടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് തള്ളിയത്. ലോ യൂണിവേഴ്സിറ്റിയുടെ ബിരുദദാന ചടങ്ങിലേക്ക് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിനെയാണ് മുഖ്യ അതിഥിയായി ക്ഷണിച്ചിരുന്നത്. ഇതിനെതിരെ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് NALSFR ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും 2026 പഠിച്ചിറക്കുന്ന വിദ്യാർത്ഥികളെ അഭിഭാഷകരായി എൻറോൾ ചെയ്യരുതെന്ന് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ സർക്കുലർ ഇറക്കിയത്. രാജ്യത്തെ ഏറ്റവും ഉയർന്ന ജുഡീഷ്യൽ പദവിയോട് ബഹുമാനമോ ആദരവോ ഇല്ലാത്ത ഒരു നിയമ വിദ്യാർത്ഥിക്ക് ഉത്തരവാദിത്തമുള്ള അഭിഭാഷകനോ ന്യായാധിപനോ ആകാൻ കഴിയില്ലെന്ന് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഉത്തരവിനെതിരെ കൗൺസിലിലെ മുതിർന്ന അംഗങ്ങളിൽ നിന്ന് തന്നെ എതിർപ്പുണ്ടായി. സർവകലാശാലയുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയ്ക്ക് അധികാരമില്ലെന്ന് അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. തുടർന്ന് സർക്കുലർ പുറത്തുവന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അത് പിൻവലിച്ചിരുന്നു. ഇന്ന് സീനിയർ അഭിഭാഷകൻ K. പരമേശ്വറാണ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ വിവാദ സർക്കുലർ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. തുടർന്നാണ് വിദ്യാർത്ഥികൾക്ക് പ്രതിഷേധിക്കാൻ അവകാശമുണ്ടെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയത്. വിദ്യാർത്ഥികൾ തനിക്ക് കത്തെഴുതിയിട്ടുണ്ട്. താനും വിദ്യാർത്ഥികളും തമ്മിലുള്ള വിഷയത്തിൽ ഇടപെടാൻ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് എന്ത് അവകാശം എന്നതാണ് ചീഫ് ജസ്റ്റിസ് ചോദിച്ചത്. വിദ്യാർത്ഥികൾക്ക് സമാധാനപരമായി അഭിപ്രായം പ്രകടിപ്പിക്കാൻ അവസരം നൽകണം. അവർ പറയുന്നത് തെറ്റാണെങ്കിൽ പോലും പ്രതിഷേധിക്കാൻ അവസരം നൽകണം. താനും പ്രതിഷേധങ്ങളിൽ സജീവമായി പങ്കെടുത്ത ഒരു വിദ്യാർത്ഥിയായിരുന്നു. അത് തടയരുതെന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. വിദ്യാർത്ഥികൾക്കോ അധ്യാപകർക്കോ എതിരെ ശിക്ഷാ നടപടികൾ പാടില്ല എന്നും കോടതി വ്യക്തമാക്കി. ബാർ കൗൺസിൽ ഇടപെടൽ തീർത്തും അനാവശ്യമെന്നാണ് ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടിയത്. BCIക്ക് വേണ്ടി ഹാജരായ അഭിഭാഷക രാധിക ഗൗതം സർക്കുലർ പിൻവലിച്ചതായി കോടതി അറിയിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിനൊപ്പം ബെഞ്ചിലുണ്ടായിരുന്ന ജസ്റ്റിസ് ജോയ് മാല്യ ബാഗ്ചി ഇത്തരമൊരു പ്രമേയം പാസാക്കാൻ BCI യോഗം ചേർന്നിരുന്നോ എന്ന കാര്യം വ്യക്തമാക്കണമെന്ന് അറിയിക്കുകയും ചെയ്തു. എന്തായാലും ഇത് വലിയൊരു സന്ദേശമായി തന്നെയാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. എവിടെ നിന്നാണ് ഈ പ്രതിഷേധം തുടങ്ങിയതെന്ന് നമ്മൾ നോക്കിയാൽ അതൊരു പാറ്റ പരാമർശത്തിൽ നിന്ന് തുടങ്ങിയതാണ് ഈ പ്രതിഷേധം. മുതിർന്ന അഭിഭാഷക പദവി നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഹർജി പരിഗണിക്കവേ തൊഴിൽ രഹിതരായ ചെറുപ്പക്കാർ പാറ്റകളെ പോലെയാണെന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ പരാമർശമുയർത്തിയ വിവാദം എത്ര വലുതായിരുന്നു എന്നത് രാജ്യം കണ്ടതാണ്. തൊഴിലോ പ്രൊഫഷണൽ കൃത്യമായ സ്ഥാനമോ ലഭിക്കാത്ത പാറ്റകളെ പോലെയുള്ള ചില യുവാക്കളുണ്ട്. ഇവരിൽ ചിലർ പിന്നീട് മാധ്യമപ്രവർത്തകരും സോഷ്യൽ മീഡിയ RTI പ്രവർത്തകരും ഒക്കെയായി മാറും. എന്നിട്ട് അവർ എല്ലാവരെയും ആക്രമിക്കാൻ തുടങ്ങുമെന്നതായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ വാക്കുകൾ. പിന്നീട് പാറ്റകൾ എന്ന് വിശേഷിപ്പിച്ചത് രാജ്യത്തെ യുവാക്കളെ അല്ലെന്നും വ്യാജ ഡിഗ്രിയുമായി അഭിഭാഷക വൃത്തിയിലേക്ക് എത്തുന്ന വ്യാജ അഭിഭാഷകരെയാണെന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് തന്നെ വ്യക്തമാക്കിയിരുന്നു. യുവാക്കളോട് തനിക്ക് അതിയായ ബഹുമാനമാണുള്ളതെന്നും നിയമപരമായ പരിഹാരം തേടുന്ന എല്ലാ യുവാക്കൾക്കും സുപ്രീം കോടതിയുടെ വാതിലുകൾ എപ്പോഴും തുറന്നു കിടക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. രാജ്യത്തെ യുവജനങ്ങളിൽ നിന്നാണ് താൻ കരുത്താർജിക്കുന്നതെന്നും അവരുടെ പരാതികൾ നിയമപരമായ മാർഗങ്ങളിലൂടെ പരിഗണിക്കാൻ നീതിന്യായ വ്യവസ്ഥ പ്രതിബദ്ധമാണെന്നും ചീഫ് ജസ്റ്റിസ് കൂട്ടിച്ചേർത്തിരുന്നു. എന്നാൽ അപ്പോഴേക്കും യുവാക്കൾ തീയായി മാറിക്കഴിഞ്ഞിരുന്നു. കോക്രോച്ച് ജനതാ പാർട്ടി രൂപീകരിച്ചു. വൻ പ്രതിഷേധമുയർത്തി.
തങ്ങളെ പാറ്റകളെന്ന് വിളിച്ചതിന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന് നന്ദി അറിയിച്ച് അഭിജിത്ത് ദീപ് കെ രംഗത്തു വന്നു. ചീഫ് ജസ്റ്റിസ് അങ്ങനെ ഒരു പരാമർശം നടത്തിയിരുന്നില്ല എങ്കിൽ താൻ ഇന്ത്യയിലേക്ക് മടങ്ങി വരികയോ ഈ ജനകീയ പ്രസ്ഥാനം ആരംഭിക്കുകയോ ചെയ്യില്ലായിരുന്നുവെന്നും ദീപ് കെ പറഞ്ഞു. വിദ്യാർത്ഥികളുടെ സമരം കൊടുമ്പിരി കൊള്ളുമ്പോൾ പ്രതിഷേധ മാർച്ചിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിക്കപ്പെട്ട ഹർജിയിൽ അടിയന്തര വാദം കേൾക്കാൻ ചീഫ് ജസ്റ്റിസ് തയ്യാറായില്ല. ഇതും വലിയ വിമർശനത്തിനിടയാക്കിയിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഹൈദരാബാദിലെ നാഷണൽ അക്കാദമി ഓഫ് ലീഗൽ സ്റ്റഡീസ് ആൻഡ് റിസർച്ചിലെ ബിരുദം പൂർത്തിയാക്കിയ 450 വിദ്യാർത്ഥികൾ വൈസ് ചാൻസലർക്ക് ഇമെയിൽ അയച്ച് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സൂര്യകാന്തിനെ ബിരുദദാന ചടങ്ങിലേക്ക് ക്ഷണിക്കരുത് എന്ന് ആവശ്യപ്പെട്ടത്. പിന്നാലെയാണ് ബാർ കൗൺസിലിന്റെ സർക്കുലറും ഇന്ന് ചീഫ് ജസ്റ്റിസ് അതിൽ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. ജനാധിപത്യത്തിൽ വിയോജിപ്പിനുള്ള ഇടം എത്രത്തോളമുണ്ട് എന്നത് വീണ്ടും ചർച്ചയാക്കിയിരിക്കുകയാണ് ഈ സംഭവം. ചീഫ് ജസ്റ്റിസിനെ വിമർശിക്കുന്നതും അദ്ദേഹത്തിന്റെ നിലപാടിനെതിരെ സമാധാനപരമായി പ്രതിഷേധിക്കുന്നതും വിദ്യാർത്ഥികളുടെ അവകാശമാണെന്ന് സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഒരു പ്രതിഷേധത്തിന്റെ പേരിൽ ഒരു ബാച്ചിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും ഭാവി തന്നെ അനിശ്ചിതത്വത്തിലാക്കുന്ന ജനാധിപത്യ വിരുദ്ധ സമീപനമാണ് ഇവിടെ ഉണ്ടായത്. നിയമത്തിന്റെ കാവൽക്കാരാകേണ്ട സ്ഥാപനങ്ങൾ തന്നെ അധികാരത്തിന്റെ പരിധി മറികടക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ കഴിയണമെന്ന സന്ദേശവും ഈ സംഭവം നൽകുന്നു. വിയോജിപ്പ് എന്നത് ജനാധിപത്യത്തിന്റെ ദൗർബല്യമല്ല, അതിന്റെ ശക്തിയാണ്. അധികാരത്തെ ചോദ്യം ചെയ്യാനുള്ള അവകാശം സംരക്ഷിക്കപ്പെടുമ്പോഴാണ് നിയമവും നീതിയും യഥാർത്ഥ അർത്ഥത്തിൽ നിലനിൽക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.